കണ്ണവത്ത് വിദ്യാഭ്യാസ സാന്ത്വന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹിദായയുടെ ഒരു വർഷം നീണ്ടുനിന്ന വാർഷിക പരിപാടിക്ക് സമാപനമായി. കണ്ണം ഹിദായ ഡെസനിയത്തിൽ വെളുമ്പത്ത് മക്കാം സിയാറത്തോടെയാണ് തുടക്കമായത്. സയ്യിദ് ഇബ്രാഹിം കോയക്കൂട്ടി ശിഹാബ് തങ്ങൾ വളവട്ടണം നേതൃത്വം നൽകി. ഉദ്ഘാടന സമ്മേളനത്തിൽ ഇബ്രാഹിം ഹാജി കോളയാടിന്റെ അധ്യക്ഷതയിൽ ഹിദായ പ്രിൻസിപ്പൽ ഷൗക്കത്ത് ബാക്കഫി ഉദ്ഘാടനം ചെയ്തു. സമസ്ത നീലഗിരി ജില്ലാ സെക്രട്ടറി ദേവർഷോല അബ്ദുൽ സലാം മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. വൈകിട്ട് സൗഹൃദ ചായയും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭാഗമാവുകയാണ്. പണ്ടത്തെ സൂര്യ നമസ്കാരമായി ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നത് നേരെയാണ് അത് തന്നെ നിങ്ങൾ ജീവിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. വാളൻ അധ്യക്ഷത വഹിച്ചു. പരസ്പരം ആശയവിനിമയം നടത്തുന്നത് കുറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെതായ തുറന്ന് സംസാരിച്ചുകൊണ്ട് ഓരോ ആളുകളുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരങ്ങളും ഇല്ലാത്ത ഒരു കാലത്താണ് നമ്മളെ മുന്നോട്ട് പോകുന്നത്. ആ നിലയിൽ നമുക്ക് സൗഹൃദം പങ്കുവെക്കാനും ആശയവിനിമയം നടത്താനും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകേണ്ടതായി. അബൂട്ടി മാസ്റ്റർ ശിവപുരം ലഹരിവിരുദ്ധ ക്ലാസിന് നേതൃത്വം നൽകി. സമാപന സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ അബൂബക്കർ മുസ്ലിയാർ പട്ടുവം ഉദ്ഘാടനം ചെയ്തു. ഇബ്രാഹിം ഹാജി കോളയാട് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ചായക്കട സൗഹൃദ ചായക്കട, നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ പഴയ തലമുറ ഇന്റർനെറ്റോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്ത കാലഘട്ടത്തില് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിയത് ഇതുപോലെയുള്ള ചായക്കടയിലെ നെഞ്ചിലും മറ്റും ഇരുന്ന് രാവിലെ ചായയും ഒരു പുട്ടും വാങ്ങി നാടിലെ മുഴുവൻ പ്രശ്നങ്ങളും ഒരു നിയമസഭ പോലെ ഒരു പാർലമെന്റ് പോലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്ന മുഹമ്മദും മാധവനും അഗസ്റ്റിനും ഒരുമിച്ചിരുന്ന് സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിരുന്ന ആ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിരുന്ന സൗഹാർദ്ദത്തിന്റെ ഒരു അന്തരീക്ഷമായിരുന്നു പഴയ ചായക്കട. സമഗ്ര ന്യൂസ് പാനൂർ.